ലോകത്തിലെ ഏറ്റവും പുണ്യകരമായ മൂന്നാമത്തെ പള്ളിയായ മസ്ജിദുൽ അക്സയാണിത്. മസ്ജിദുൽ അക്സയിൽ ഞങ്ങൾ ജുംആ നിസ്കരിച്ചു.
ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായകൻ മൗലാന മുഹമ്മദ് അലിയുടെ ഖബറിടം. ഇതാണ് ഹർക്കത്ത് ബുറാഖ്. ഇതിലാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് രാത്രിയിൽ ബുറാഖിനെ കെട്ടിയിട്ടത്. മസ്ജിദുൽ അക്സ പഴകി ദ്രവിച്ചതിനാൽ താങ്ങി നിർത്താനായി പുതിയ തൂണുകൾ പണിതത് കാണാം. ഈസാ നബിയുടെ മാതാവ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ മാതാപിതാക്കൾ പിറക്കാൻ പോകുന്ന കുഞ്ഞ് ആണാകുമെന്ന് കരുതി കുട്ടിയെ പള്ളിയിലേക്ക് നേർച്ചയാക്കുകയും എന്നാൽ മറിയം ബീവി ജനിച്ചപ്പോൾ നേർച്ച നിറവേറ്റുന്നതിനു വേണ്ടി പള്ളിയിലേക്ക് അയക്കുകയും ചെയ്തു. സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പരിപാലിച്ചു വളർത്തിയ ഈ സ്ഥലത്തെ മിഹ്റാബ് സക്കരിയ എന്നറിയപ്പെടുന്നു.
ഇത് ഡേവിഡ് ടോംബ്. ഇത് ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ പേരിലുള്ള കോട്ടയുടെ ഭാഗമാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മഖ്ബറ ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ മുകളിലാണ് ഈസാ നബി അലൈഹിസ്സലാം ദ ലാസ്റ്റ് സപ്പർ എന്നറിയപ്പെടുന്ന അവസാനത്തെ അത്താഴം കഴിച്ചതെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു. പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാമിന് ജന്മം നൽകിയ ബത്ലഹേമാണിത്. ഇവിടെ ചർച്ച് ഓഫ് നേറ്റിവിറ്റി, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജന്മസ്ഥലം എന്നിവ ഞങ്ങൾ സന്ദർശിച്ചു. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭരണകാലത്ത് ഈ ചർച്ച് സന്ദർശിച്ചപ്പോൾ അന്നത്തെ അവിടുത്തെ പാതിരിമാർക്ക് ഈ ചർച്ചിനകത്ത് നമസ്കരിക്കുവാൻ സൗകര്യമൊരുക്കി. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു, ഞാനിവിടെ നമസ്കരിച്ചാൽ എൻ്റെ പിൻഗാമികൾ ഈ സ്ഥലത്തിന് അവകാശവാദം ഉന്നയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ഷണം നിരസിക്കുകയും ചർച്ചിന് അല്പം അകലെയായി നമസ്കരിക്കുകയും ചെയ്തു. ആ സ്ഥലത്ത് പിന്നീട് നിർമ്മിക്കപ്പെട്ട മസ്ജിദ് ഉമർ ഫാറൂഖാണിത്. ഇന്ന് ഞങ്ങൾ പ്രാതലിന് ശേഷം 8 മണിക്ക് പുറപ്പെട്ടു. മൂസാ നബി മരണപ്പെട്ടത് ജെറുസലേമിൻ്റെയും ജെറീക്കോയുടെയും ഇടയിലാണ്. അതിനാൽ ആ മക്ബറ ഇവിടെ കാണാം.
ഇനി ജോർദാനിലേക്ക് യാത്ര. അതിർത്തി ലക്ഷ്യമാക്കി ഞങ്ങൾ പുറപ്പെട്ടു. ജോർദാൻ എമിഗ്രേഷനാണിത്. അവിടെ ജോർദാൻ ഗൈഡുമാരും ഡ്രൈവർമാരും ഞങ്ങളെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ യാത്രയുടെ 8-ാം ദിവസമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മുആദ യുദ്ധക്കളമാണിത്. 1,00,000 റോമാ സൈന്യവും 3000 മുസ്ലിം സൈന്യവുമാണ് മുആദയിൽ പോരാടിയത്. എന്നിട്ടും അല്ലാഹു മുസ്ലിങ്ങളെ വിജയിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഉസ്താദ് മുസ്തഫ ഹുദവി ആക്കോട് ഇവിടുത്തെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതാണ് വാദി റാഹ. ഫിർഔന്റെ വളർത്തുമകനായി യുവാവായ മൂസാ നബി അലൈഹിസ്സലാം അക്രമിയായ ഖീബ്തിയെ അടിക്കുകയും അവിചാരിതമായി അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഫിർഔന്റെ അനുയായിയെ കൊന്ന മൂസാ നബി അലൈഹിസ്സലാം ശിക്ഷ ഭയന്ന് നാടുവിട്ടു. തുടർന്ന് അങ്ങകലെ മദിയനിലെത്തി. ശുഹൈബ് നബി അലൈഹിസ്സലാമയുടെ പെൺമക്കൾക്ക് വെള്ളമെടുക്കാൻ സഹായിക്കുകയും വിവരമറിഞ്ഞ ശുഹൈബ് നബി അലൈഹിസ്സലാമയുടെ ആവശ്യപ്രകാരം വീട്ടിൽ വന്ന് കാണുകയും ചെയ്തു. തുടർന്ന് ശുഹൈബ് നബി അലൈഹിസ്സലാമയുടെ മൂത്ത മകൾ സാഫ്ര ബീവി റളിയല്ലാഹു അൻഹയെ 10 വർഷം ആടിനെ മേയ്ക്കാമെന്ന മെഹറിന് പകരം വിവാഹം കഴിക്കുകയും ചെയ്തു. 10 വർഷം പൂർത്തിയായ അന്ന് രാത്രി തന്നെ മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിലേക്ക് ഉമ്മയെയും സഹോദരങ്ങളെയും കാണാൻ ഭാര്യയെയും കൂട്ടി പുറപ്പെട്ടു.
ഇവിടെ സഫൂറ റളിയല്ലാഹു അൻഹ ബീവിക്ക് വെള്ളമെടുത്ത് നൽകിയ കിണറും ഞങ്ങൾ കണ്ടു. മുഅദ യുദ്ധത്തിൽ രക്തസാക്ഷികളായ മുസ്ലിം സൈന്യ നായകന്മാരായ ജഹ്ഫർ ബിനു അബു സാലിഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിനു റവാഹ റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹു എന്നിവരുടെ മഖ്ബറകളാണിത്. മുഅദ യുദ്ധത്തിനായി ഇസ്ലാമിക സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുമ്പോൾ ജഹ്ഫർ ബിനു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നേതാവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചു. തുടർന്ന് അദ്ദേഹം ഷഹീദാകുമ്പോൾ ഇസ്ലാമിൻ്റെ കൊടി സയ്യിദ് ബിനു ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റെടുക്കാനും അദ്ദേഹം ഷഹീദാകുമ്പോൾ അബ്ദുല്ലാഹിബിനു റവാഹ റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റെടുക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിച്ചു. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ വലതു തോളിന് വെട്ടേറ്റ ജഹദ ബിനു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ കൊടി ഇടത് കൈയിലേക്ക് മാറ്റുകയും ഇടത് കൈക്ക് വെട്ടേറ്റപ്പോൾ തൻ്റെ മുന്നേറ്റത്തിന് തടസ്സമായി തൂങ്ങിയാടുന്ന കൈ കാലുകൊണ്ട് ചവിട്ടി ചീന്തിയെറിഞ്ഞ് യുദ്ധത്തിൽ മുന്നേറുകയുമുണ്ടായി. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഷഹീദാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടും യുദ്ധത്തിൽ പങ്കെടുക്കുകയും വീരരക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത ഈ 3 മഹാരഥന്മാരുടെ മക്ബറകളും ഞങ്ങൾ സന്ദർശിച്ചു. ഇന്ന് നമ്മുടെ യാത്രയുടെ 9ാം ദിവസമാണ്.
പിന്നെ ഞങ്ങൾ അള്ളാഹുവിൻ്റെ ശാപമിറങ്ങിയ ചാവുകടൽ കാണാൻ പോയി. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തെ അവരുടെ സ്വവർഗ സംഭോഗം കാരണമായി അള്ളാഹു ശിക്ഷിക്കുകയും 4 ഗ്രാമങ്ങളടങ്ങിയ കിലോമീറ്ററുകളോളം വരുന്ന വിശാലമായ ഒരു പ്രദേശം മുഴുവനും അള്ളാഹു കീഴ്മേൽ മറിക്കുകയും ആ ജനത ഒന്നടങ്കം നശിക്കുകയും ചെയ്തു. ഈ പ്രദേശത്ത് രൂപപ്പെട്ട കടലാണ് ചാവുകടൽ. ലവണസാന്ദ്രത കൂടിയ ഈ വെള്ളത്തിൽ ജീവികൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. സാന്ദ്രത കൂടിയ ഈ വെള്ളത്തിൽ മനുഷ്യൻ പൊങ്ങിക്കിടക്കും. ഈ വെള്ളത്തിലെ ചെളിമണ്ണ് ശരീരത്തിലെ തൊലി സംബന്ധമായ അസുഖങ്ങൾ മാറ്റുന്നതിന് വളരെ ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നതിനാൽ കൂട്ടത്തിലെ പലരും ഈ വെള്ളത്തിലെ ചെളി ശരീരത്തിൽ വാരി തേക്കുന്നത് കാണാം.